ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൗതമിൻ്റെയും അളകുന്നതിൻ്റെയും പിങ്കിയുടെ നാളത്തെ സൂപ്പർ പ്രൊമോ സെഷനിലേക്ക് സ്വാഗതം. അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ നാളത്തെ ഗൗതമിൻ്റെയും അളകുന്നതിൻ്റെയും പിങ്കിയുടെ കഥയിൽ നടക്കുന്ന വമ്പൻ ട്വിസ്റ്റോട് കൂടിയുള്ള ഒരു എപ്പിസോഡാണ്. കാരണം നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീക്കിലി പ്രൊമോയിലും ഡെയിലി പ്രൊമോയിലൊക്കെ നമ്മൾ പറയുന്നു പുതിയൊരു അതിഥി ഇന്ത്യവലത്ത് കാലുകുത്തുന്നു. ആ കാലുകുത്തുന്ന വ്യക്തി ഇതുവരെയും ഇന്നത്തെ വിശേഷത്തിൽ വരെ എത്തിയിട്ടില്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ആ അതിഥിയായിരിക്കും സൂപ്പർ സ്റ്റാർ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം. അത് നമ്മളെല്ലാം കാത്തിരുന്ന ഒരു വിശേഷം തന്നെയാണ്. നിങ്ങൾ ഒരുപാട് പേരിനോട് കമൻറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു എന്തുകൊണ്ട് ആ പുതിയ അതിഥി എത്തുന്നില്ല. ഇതുവരെയും ഇന്ത്യവരത്ത് ഒരുപാട് അതിഥികൾ എത്തുന്നുണ്ട്. പക്ഷേങ്കിൽ ആ അതിഥികളെല്ലാം നമ്മൾ പ്രേക്ഷകരായി നമുക്ക് വലിയ ഗുണമൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഈ പുതിയ അതിഥി വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും സന്തോഷം ലഭിക്കുമെന്ന് കാത്തിരുന്ന ചില 1-2 ആഴ്ചയായിട്ട് കാത്തിരിക്കുകയാണ്. അത് നാളെ വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നാളെ അർജുൻ മടങ്ങിയെത്തുന്ന ഒരു എപ്പിസോഡാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ കാണാൻ മറക്കരുത്. പകൽ 2 മണിക്കാണ് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം ഞങ്ങൾ നേരത്തെ തന്നെ പറയുന്നതാണ്, നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമെങ്കിൽ ഞങ്ങൾ പറയുകയാണ്. നാളത്തെ വിശേഷത്തിൽ മരണപ്പെട്ട അർജുൻ മടങ്ങിയെത്തുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് പ്രൊമോഷത്തിൽ വന്നിരിക്കുന്നത്. അങ്ങനെ നാളത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ പിങ്കി തൻ്റെ വളരെ സന്തോഷത്തിലിരിക്കുന്നൊരു ദിവസമൊക്കെയാണ് നാളെ. കാരണം അണയാൻ പോകുന്ന തീ ആളിക്കത്തുമെന്നൊരു പറച്ചിലില്ലേ, അതൊക്കെ നാളെ ഈ നടക്കുന്നൊരു സംഭവമാണ്. പിങ്കി റൂമിൽ ഡാൻസും അതുപോലെ വലിയ സന്തോഷം, എന്തോ നന്ദനെ തോൽപ്പിക്കുവാനുള്ള എന്തോ ഒരു കുതന്ത്രം മെനഞ്ഞുകൊണ്ടുള്ള ഒരു ഡാൻസ് പെർഫോമൻസ് കാണുന്നത് നമ്മുടെ ഗൗതമൻ്റെ അമ്മയായ ലക്ഷ്മിയാണ്. ലക്ഷ്മി പിങ്കിയുടെ മുറിയുടെ അടുത്തേക്ക് പോകുമ്പോൾ നല്ല വെസ്റ്റേൺ മ്യൂസിക് കേട്ട് വമ്പം ശബ്ദത്തിൽ പാട്ട് കേൾക്കാം. ഇത് നോക്കിയപ്പോഴത്തേക്ക് എന്താണ് ഈ സംഭവം എന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ പിങ്കി തൻ്റെ മുറിയിൽ നിന്ന് സകലതും മറന്നുകൊണ്ട് നൃത്തം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇത് ലക്ഷ്മിക്ക് ഒരുപാട് ഫീൽ ചെയ്യുക. എന്നാൽ ലക്ഷ്മി നോക്കി, ഇതെന്താണ് മോളെ പെട്ടെന്ന് കഥ തുറന്നു ചെന്ന്, ഇതെന്താ മോളെ, നീ ഗർഭിണിയായൊരു പെൺകുട്ടിയല്ലേ, നീ എന്താണ് ഈ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് പിങ്കിയുടെ മുൻപിലേക്ക് ചെല്ലുമ്പോൾ പിങ്കി ഒന്ന് പതറിപ്പോവും ലക്ഷ്മിനെ കാണുമ്പോൾ. പക്ഷേങ്കിൽ പിങ്കി അവിടെ ചില തന്ത്രങ്ങൾ ഉപയോഗിക്കുക. തൻ്റെ വയറ്റിലുള്ള കുഞ്ഞിന് സന്തോഷം കൊടുക്കുന്ന ഒരു എക്സസൈസാണ് എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയെ മയക്കിയെടുക്കുന്നുണ്ട്. പക്ഷേ ലക്ഷ്മി അങ്ങനെ ആ പിങ്കിയുടെ തന്ത്രത്തിൽ മുങ്ങി മടങ്ങി വരുമ്പോൾ നന്ദയോട് പറയുകയാണ് ഈ കാര്യങ്ങൾ, നീ എന്താണ് ഈ ശ്രദ്ധിക്കാത്തത്, പിങ്കിയുടെ കാര്യത്തിൽ നിനക്കൊരു ശ്രദ്ധയുമില്ല, നിൻ്റെ കുഞ്ഞല്ലേ വയറ്റിൽ കിടക്കുന്നത്, അപ്പോൾ നീ ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അതിലിപ്പോൾ എന്താണ് അമ്മ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോഴാണ് ഈ ലക്ഷ്മി ഈ വിവരം പറയുന്നത്. പിങ്കി ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവളെ കിടന്ന് ചാടി മറിഞ്ഞ് നൃത്തം ചെയ്യുന്നൊരു കാഴ്ച കണ്ടു. ഞാൻ ചോദിച്ചപ്പോൾ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാണ് എന്നോട് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നന്ദയ്ക്ക് വലിയ വിഷമം ഉണ്ടാക്കി കേട്ടോ. അപ്പം നന്ദയ്ക്ക് എന്തായാലും ഈ പിങ്കിക്കിട്ട് ഒരു പണി കൊടുക്കണം, പണി കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല. ഇത് ഇവള് ഓവറായിട്ട് തൻ്റെ നിലയും വിലയും മറന്നുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് നന്ദയ്ക്ക് നല്ലപോലെ മനസ്സിലായി. അതുകൊണ്ട് പിങ്കിക്കിട്ട് എങ്ങനെയെങ്കിലും പണി കൊടുക്കണം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ദൈവദൂതനെ പോലെ ഒരു അതിഥി നമ്മുടെ നന്ദയുടെ മുൻപിലെത്തുന്നത്. നന്ദ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അർജുൻ്റെ അതേ രൂപസാദൃശ്യത്തിലുള്ള ഒരു വ്യക്തിയെ കാണുകയാണ് നമ്മുടെ നന്ദ. അങ്ങനെ ഒരു ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെ കാണുന്നു. അതിൽ നന്ദ പെട്ടെന്ന് ശ്രദ്ധിക്കുമ്പോൾ അർജുൻ്റെ അതേ രൂപത്തിലും സാദൃശ്യത്തിലും ഉള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ അർജുനാണ് എന്ന് തന്നെ തീർച്ചപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു വ്യക്തി അവിടെ ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ ഒരു ഹീറോ ആയിട്ട് നിൽക്കുന്ന നന്ദ കാണുകയും പെട്ടെന്ന് തന്നെ നന്ദയുടെ ശ്രദ്ധ ഇതിൽ പെടുകയും ഇതാരാണ്, ഇത് പെട്ടെന്ന് നന്ദ തന്നെ പേടിച്ചു പോയി, ഇത് അർജുനാണോ എന്ന് പേടിച്ചു പോകുന്ന ചില നിമിഷങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കൂടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ നന്ദ ആ ഗ്രൗണ്ടിലേക്ക് ഈ വ്യക്തി ആരാണ്, ഇത് നമ്മുടെ അർജുനാണോ എന്ന് അറിയാൻ വേണ്ടി ചെല്ലുകയും അങ്ങനെ
അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ ഇദ്ദേഹത്തെ പരിചയപ്പെടുമ്പോഴും അർജുനുമായിട്ട് മുഖസാദൃശ്യവും അതുപോലെ ശബ്ദസാദൃശ്യവും ഒക്കെ ഉണ്ടെങ്കിലും ഇത് അർജുനുമായിട്ട് മാച്ച് ചെയ്യുന്ന അർജുനല്ല എന്ന് നന്ദ മനസ്സിലാക്കുക. എന്നാൽ പിന്നെ ഒരു തന്ത്രം വെച്ചാലോ, പിങ്കിക്കിട്ട് ഒരു പണി കൊടുക്കണം, പിങ്കിനെ ഒന്ന് ഒതുക്കണം, അതിനുവേണ്ടി എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് ദൈവം തരുമെന്ന് കരുതി ഇരുന്നതാണ്. എന്നാൽ ഇതൊരു കച്ചിത്തുരുമ്പാക്കി കരുതിയേക്കാമെന്ന് കരുതി നന്ദ ആ അർജുൻ്റെ രൂപസാദൃശ്യമുള്ള ആ ചെറുപ്പക്കാരനുമായിട്ട് പരിചയപ്പെടുകയും അങ്ങനെ പരിചയപ്പെട്ട് എങ്ങനെയെങ്കിലും ഇത് ഈ വ്യക്തിയെ ഇന്ത്യവരത്തെത്തിച്ച് പിങ്കിയുടെ മനസ്സിന് ഒരു മാറ്റം വരുത്തുക, പിങ്കിയുടെ ഈ പകയും വൈരാഗ്യത്തോടും ഗൗതമിനോടുള്ള ഒരു താല്പര്യമൊക്കെ ഉണ്ട്, അത് മാറ്റിയെടുക്കുവാൻ വേണ്ടി നമ്മുടെ നന്ദ ചില പ്ലാനുകൾ കൈകാര്യം ചെയ്യുന്നതാണ്. ഇതുവരെയും പിങ്കിയാണ് കളിച്ചതെങ്കിൽ ഇനി പിങ്കിയുടെ കോർട്ടിലല്ല, പിങ്കിയുടെ സൈഡിലല്ല പന്ത് കിടക്കുന്നത്, ഇനി നന്ദയുടെ സൈഡിലാണ് പന്ത് കിടക്കുന്നത്. അപ്പം നന്ദ ഇനി ഗോളടിക്കുന്ന ചില നിമിഷങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡ് മുതൽ തുടങ്ങുന്നത്. അപ്പം നിങ്ങൾ ഈ സമയമാറ്റം ഉണ്ടായതും അതുപോലെ നന്ദേനെ ഒരുപാട് ദ്രോഹിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് ഒരുപാട് പ്രേക്ഷകർ ഇതിൽ നിന്ന് ഈ കഥ കേൾക്കുവാനും കാണുവാനും ഒക്കെ മടിച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ ഇനി മുതൽ അതല്ല, നന്ദയുടെ കോർട്ടിലേക്ക് പന്ത് വന്നിരിക്കുകയാണ്, ഇനി നന്ദയുടെ കാൽച്ചോട്ടിലേക്ക് പന്ത് വന്നിരിക്കുകയാണ്. ഇനി നന്ദയടിക്കും ഗോളുകൾ, പിങ്കിക്കെതിരെ തുരുതര ഗോളുകൾ അടിക്കുന്ന ചില നിമിഷങ്ങളായിരിക്കും നാളെ മുതൽ നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ ഈ അർജുൻ്റെ അതേ രൂപസാദൃശ്യമുള്ള വ്യക്തിയുമായിട്ട് പരിചയപ്പെട്ട് അങ്ങനെ ചില കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഇന്ത്യവരത്തേക്ക് ഈ അർജുൻ എന്ന വ്യക്തി, അർജുൻ്റെ രൂപസാദൃശ്യമുള്ള വ്യക്തിയെ എത്തിക്കുന്നതിൻ്റെ തുടക്കം നാളെയാണ്. നിങ്ങൾ കാണാൻ മറക്കരുത്, കേൾക്കാനും മറക്കരുത്. നാളത്തെ റിയൽ വിശേഷമൊക്കെ രാവിലെ തന്നെ എത്തുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ പ്രൊമോ വിശേഷത്തിൽ കാണുന്ന ഈ വ്യക്തി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയും ഗ്രൗണ്ടിൽ ചെറുപ്പക്കാർക്കൊപ്പം ഫുട്ബോൾ കളിച്ച് എൻജോയ് ചെയ്യുന്ന ചില നിമിഷങ്ങളും അങ്ങനെ നന്ദ ഇത് കാണുകയും നന്ദ ഇദ്ദേഹത്തെ കാണുകയും നന്ദ പരിചയപ്പെടുകയും ചെയ്യുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ പ്രൊമോ വിശേഷത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം നാളെ എന്തായാലും നന്ദ ഈ അർജുൻ്റെ രൂപസാദൃശ്യമുള്ള വ്യക്തിയുമായിട്ട് പരിചയപ്പെടുകയും പിന്നെ ഇന്ത്യവരത്തേക്ക് കൊണ്ടുവരികയും പിങ്കിയുടെ സകല തന്ത്രങ്ങളും പിങ്കിയുടെ സമനില തെറ്റിക്കുന്ന ചില ഗോളുകൾ അടിക്കും വരും ദിവസത്തെ എപ്പിസോഡ്. അപ്പോൾ നിങ്ങൾ കാണാൻ മറക്കരുത്. നാളത്തെ റിയൽ വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.